ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ പൊടി മാസാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി നമുക്ക് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്കൊരു 1/2 സ്പൂൺ കടുകിടാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് സവാള ചെറുതായി കൊത്തി അരിഞ്ഞത് ചേർക്കാം. ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായി വഴന്നു വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1/2 ടീസ്പൂൺ മുളക് പൊടിയും, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ഇളക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയത് കൂടി ചേർക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി ആവശ്യമായി വേണ്ട മെയിൻ ഇൻഗ്രീഡിയന്റ് നമ്മുടെ ചിക്കനാണ്. ചിക്കൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്. ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഫ്രൈ ചെയ്ത ചിക്കനാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടി ഇതിൽ ചേർത്ത് നന്നായിട്ട് വഴറ്റി യോജിപ്പിക്കുക. എല്ലാ ചേരുവകളും കൂടി നന്നായി വഴന്നു വന്ന ശേഷം നമ്മുടെ ചിക്കൻ പൊടി മാസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതെല്ലാം കൂടി ഒരു 5 മിനിറ്റത്തോളം ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ പൊടി മാസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്.